നമുക്കത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുക്കാം. 12-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായം എടുക്കാം. 13-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഇത് നമുക്ക് വായിക്കാം. എന്റെ 12-ാം വാക്യം വായിക്കാം. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അവിടെ പറയാണ്, അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. എന്നിട്ട് പറയാണ്, സോദം വരെ കൂടാരം നീക്കി അടിച്ചു. എന്നിട്ട് പറയാണ്, സോദം നിവാസികള് ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ പാപികളും ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്ഥലത്തെ കുറിച്ച് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? കനാന്, ദൈവം ഹല്ലേലൂയ അബ്രഹാമിന് വേണ്ടി കണ്ടതായ സ്ഥലം. അബ്രഹാം വിളിച്ചപ്പോൾ അബ്രഹാമിനും എന്താണ് കനാനിനെ കുറിച്ച് ആ കനാൻ ദേശത്തെ കുറിച്ച് ഒരു വലിയ വെളിപ്പാട്, ഒരു റെവലേഷൻ എന്താണ് അബ്രഹാമിന് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കനാൻ ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പാപം കൊടികൊണ്ട് വാഴുന്നതായ മറ്റൊരു സ്ഥലമാണ് സോദം. രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു, രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നു. ഒരു അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ്? വിശ്വാസത്താല് നടന്നതായ വ്യക്തിയാണ്, വിജയിച്ച ഒരു മനുഷ്യനാണ്, വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടതായ മനുഷ്യനാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഒത്തിരി പ്രാപിച്ച മനുഷ്യനാണ്, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഒത്തിരി കണ്ടിട്ടുള്ളതായ മനുഷ്യനാണ്. ഒരളവിൽ പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ കൃപ ഒത്തിരി അനുഭവിച്ചതായ ഒരു നല്ല മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ ലോത്തിനെ കുറിച്ച് മറു സൈഡിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? അവന് വിശ്വാസത്താൽ അല്ല നടന്നത്, കാഴ്ചയാല് നടക്കുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരാജയപ്പെട്ടതായ ഒരു ലോത്ത്, അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ ദുരന്തങ്ങളെ അനുഭവിച്ചതായ ഒരു മനുഷ്യൻ ആയിട്ട് നമുക്ക് ലോത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികളെ രണ്ട് സ്ഥലം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മൾ ഈ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ 12-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, അവിടെ ഒരു വലിയ വിളി അബ്രഹാമിന് ലഭിക്കുന്നു. അബ്രഹാമിനുള്ളതായ വിളി എന്തുവാണ്? ഹല്ലേലൂയ, നിന്റെ ദേശത്തെയും, അതിന്റെ 1-ാം വാക്യം, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അപ്പോൾ 2-3 പ്രത്യേക കാര്യങ്ങൾ അവിടെ അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ ദേശം വിടണം. രണ്ടാമത്, നിന്റെ ചാർച്ചക്കാരെ വിടണം. മൂന്നാമത്, നിന്റെ പൃഥുഭവനത്തെ വിടണം. ഈ 2-3 കണ്ടീഷൻസ് കർത്താവ് പറയുന്നു. എന്നാൽ ഈ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ 12:4 വരുമ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞ ഹല്ലേലൂയ ദൈവം സംസാരിക്കുന്നത്